സാമ്പാറാണ് വെക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കുക്കറിലിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചുടയ്ക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് പരിപ്പ് വേവിച്ചുടച്ചത് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാം. ഉപ്പ് ഞാൻ വേവിക്കുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്തായിരുന്നു. ഇനി വെജിറ്റബിൾസ് ഇടുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫസ്റ്റ് നമ്മൾ മത്തങ്ങയും ചേനയും അമരയ്ക്ക കൊച്ചുള്ളി ഇത്രയാണ് അതിലോട്ട് ഇട്ട് വേവിക്കേണ്ടുള്ളത്. അപ്പം മീഡിയം പരുവമാകുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് നമുക്ക് അതിനോട് ചേർത്താൽ മതി. ഇപ്പം ഇത്രയും ഞാൻ ഇട്ടതിന് ശേഷം ബാക്കി വെജിറ്റബിൾസൊക്കെ ഇനി കട്ട് ചെയ്യത്തേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ സാമ്പാർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബാക്കി വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് കുറച്ചൊന്ന് ഒരു മീഡിയം പരുവത്തിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്കൊന്ന് ചേർക്കാം. ഇനി വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ നല്ല കട്ടിയുള്ള കായം എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലായിരിക്കും, നല്ലൊരു മണം വരും കേട്ടോ സാമ്പാറിന് തന്നെ. ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഇപ്പം സാമ്പാറിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ കുറച്ചൊന്ന് വാടിയതിന് ശേഷം ഞാൻ സാമ്പാറിൻ്റെ പൗഡർ ഇതിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസിനകത്തോട്ട് തട്ടുന്നത്. അപ്പം നല്ലൊരു സാമ്പാറായി. സാമ്പാർ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇനി അതിലോട്ട് പുളി പിഴിഞ്ഞ് ചേർക്കാം.